ഹോർമസ് കടലിടുക്കിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ നയതന്ത്ര വിജയം അംഗീകരിക്കാൻ പറ്റാത്തതിനാൽ ഇന്ത്യയിലെ രാജ്യവിരുദ്ധരായ ആളുകൾ പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കഴിവല്ല അത്. മുൻ സർക്കാരുകൾ ഇറാനുമായി ഉണ്ടാക്കിയ നയതന്ത്ര ബന്ധത്തിന്റെ ഗുണമാണ്, ഇറാന്റെ ഔദാര്യമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കപ്പലും എണ്ണയും എല്ലാം എത്തുന്നത് എന്നാണ്. എന്നാൽ ഈ പറയുന്നവർ 2013 കോൺഗ്രസ് സർക്കാർ ഇരുന്ന സമയത്ത് ഇന്ത്യയുടെ ദേശാന്തി എന്ന കപ്പല് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് പരിസ്ഥിതി മലിനീകരണം ആരോപിച്ച് കൊണ്ടുപോയി ഒരു 26 ദിവസം അവരുടെ പോർട്ടിൽ കൊണ്ടുവന്ന് പിടിച്ചിട്ടത് കാര്യം മറന്നു പോകരുത്. അതിന് മൻമോഹൻ സിംഗ് സർക്കാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ശക്തമായ പ്രതിഷേധം ഇറാനെ അറിയിച്ചു. പലവട്ടം ചർച്ചകളും എല്ലാം നടന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. നമ്മുടെ കപ്പലിലെ ജോലിക്കാരും കപ്പലും 10-26 ദിവസം അവരുടെ പോർട്ടിൽ കിടന്നു. അവസാനം ആ കപ്പൽ മലിനീകരണ നിയമങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല എന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഉള്ള പിഴ എത്രയാണെന്ന് വെച്ചാൽ അത് നൽകാമെന്നും ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഒക്കെ ഇറാന് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് കപ്പൽ അവിടുന്ന് വിട്ടത്. ഇതൊന്നും ആരും മറക്കരുത്. സംഭവത്തിൽ ഇന്ത്യ ശക്തമായി പ്രതികരിക്കാത്തത് മറ്റ് എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് വളരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% ഇറാൻ ഉൾക്കൊള്ളുന്ന പേർഷ്യൻ ഗൾഫിലൂടെയാണ് നടക്കുന്നത്. ഇറാന്റെ നടപടി മറ്റു ലോക രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും ഉണ്ടായാലോ എന്ന ആശങ്കയായിരുന്നു അവർക്ക്. അതെന്താവട്ടെ, അന്നത്തെ ഇന്ത്യക്ക് ശക്തമായ പ്രതിഷേധം അറിയിക്കാനല്ലാതെ ശക്തിയായി പ്രതികരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. പിന്നെ ഇറാൻ കപ്പൽ പിടിച്ചെടുക്കാനുള്ള കാരണം മറ്റൊന്നായിരുന്നു. 2010 മുതൽ ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്നത് സൗദി കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനം ഇറാനായിരുന്നു. എന്നാൽ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സമ്മർദ്ദത്തെ തുടർന്ന് ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ കുറച്ചു. അങ്ങനെ 2ാം സ്ഥാനത്ത് നിന്ന് ഇറാൻ 6ാം സ്ഥാനത്തേക്കും, ഇറാനെ മറികടന്ന് ഇറാഖ് ഇന്ത്യയുടെ 2ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരുമായി. അതിന്റെ ദേഷ്യം തീർത്തതായിരുന്നു ഇറാൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അമേരിക്ക കണ്ണുരുട്ടി ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തി. അമേരിക്ക പറഞ്ഞപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കുറച്ചു. ഇന്ത്യ ആരിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങണം എന്ന് അമേരിക്കയാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ രാജ്യവിരുദ്ധർ ഇവിടെ പാട്ട് പാടിക്കൊണ്ട് നടന്നു. ഇപ്പോഴും കോൺഗ്രസ്സുകാർ പറയണ്ട അങ്ങനെ തന്നെ. ഈ കഴിഞ്ഞ മാസവും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യ തന്നെയാണ് 1ാം സ്ഥാനത്ത്. അതായത് ഇന്ത്യയെ അമേരിക്കൻ അടിയാളന്മാരാക്കിയ ഇന്ത്യ ആരിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങണം എന്ന അവസ്ഥ ഒരിക്കലുണ്ടാക്കിയ മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി അത് കോൺഗ്രസ് തന്നെയാണ്, അല്ലാതെ നരേന്ദ്രമോദി അല്ല. അദ്ദേഹം ഇന്ത്യയുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്.